ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറച്ചു നാളായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ചില കൂട്ടുകാർ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിരുന്നു വീഡിയോ വീണ്ടും തുടങ്ങാനായി. അതിൻ പ്രകാരമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. PSC ബുള്ളറ്റിനെ ആസ്പദമാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. PSC ബുള്ളറ്റിൻ്റെ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് മെയിനായും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുക, ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. മാധ്യമ മികവിനുള്ള സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കലാകൗമുദി ചീഫ് എഡിറ്റർ MS മണിക്കാണ്. മാധ്യമ മികവിനുള്ള സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കലാകൗമുദി ചീഫ് എഡിറ്റർ MS മണിക്കാണ്. അടുത്തത്, ദീനബന്ധു പുരസ്കാരത്തിന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാർ MPയെ തിരഞ്ഞെടുത്തു. ദീനബന്ധു പുരസ്കാരത്തിന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാറിനെ തിരഞ്ഞെടുത്തു. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ തരിശുരഹിത പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ പഞ്ചായത്ത് ജില്ലാതല ഹരിത പുരസ്കാരത്തിന് അർഹമായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ കാർഷിക മേഖലയിൽ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതികളാണ് ചെങ്കലിനെ ഹരിത കേരളം മിഷന്റെ ഹരിത പുരസ്കാരത്തിന് അർഹമാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 1-ാം സ്ഥാനത്തെത്തി. ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്തിനെ മറികടന്നാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസി വാഡ, അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസി, ഇതിൻ്റെ ചുരുക്കെഴുത്താണ് വാഡ, കായിക രംഗത്ത് നിന്ന് റഷ്യയെ 4 വർഷത്തേക്ക് വിലക്കി. ഇതോടെ റഷ്യയ്ക്ക് അടുത്ത 4 വർഷം അന്താരാഷ്ട്ര കായിക മേളകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. അടുത്ത വർഷം നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സും 2022 ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പും റഷ്യയ്ക്ക് നഷ്ടമാകും. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ഇനി ആരാംകോയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി ആരാംകോ പ്രാഥമിക ഓഹരി വിൽപ്പന ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് IPO പ്രാഥമിക ഓഹരി വിൽപ്പന വഴി $2,560 കോടി, ഏതാണ്ട് 1.82 ലക്ഷം കോടി രൂപ സമാഹരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ IPO ആയി ഇത് മാറും. ലോകത്ത് ഏറ്റവും അധികം വിപണി മൂല്യമുള്ള കമ്പനി എന്ന സ്ഥാനവും സൗദി അറേബ്യയിലെ ആരാംകോയ്ക്ക് ലഭിക്കും. അടുത്ത പോയിന്റ് നോക്കാം. ദക്ഷിണാഫ്രിക്കക്കാരിയായ സോസിബിനി തുൻസി വിശ്വസുന്ദരി പട്ടം നേടി. യുവതലമുറയിലെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന ചോദ്യത്തിന് നേതൃത്വ പാഠവമെന്ന ഉത്തരമാണ് സോസിബിനിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ഇതിൽ 2 ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, വിശ്വസുന്ദരിയുടെ പേരും അവർ ഏത് രാജ്യക്കാരി ആണ് എന്നുള്ളതും. അത് ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ ആയി പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. പേര് ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ്. ഈ ബഹുമതിയുടെ ചരിത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് 16-കാരിയായ ഗ്രെറ്റ തുൻബർഗ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സ്വീഡിഷ് പാർലമെന്റിന് പുറത്ത് ഗ്രെറ്റ നടത്തിയ പ്രതിഷേധം 2 വർഷം കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു. അടുത്ത പോയിന്റ്, ലോകസുന്ദരി കിരീടം ജമൈക്കക്കാരി ടോണി ആൻസിങ്ങിന്. ടോണിയുടെ പിതാവ് ഇന്ത്യൻ വംശജനാണ്. ഒന്നുകൂടി നോക്കാം. ലോകസുന്ദരി കിരീടം നേടിയ ജമൈക്കക്കാരി ടോണി ആൻസിങ്. പേര് ഓർത്തു വയ്ക്കുക, ടോണി ആൻസിങ്. ടോണിയുടെ പിതാവ് ഇന്ത്യൻ വംശജനാണ്.
രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫ്രാൻസിൻ്റെ ഒഫേലി മെസ്സിനോ ആണ്. ഫ്രാൻസിൻ്റെ ഒഫേലി മെസ്സിനോ. ഇന്ത്യയുടെ സുമൻ റാവു ആണ് മൂന്നാം സ്ഥാനം നേടിയത്. ഇന്ത്യയുടെ സുമൻ റാവു ആണ് മൂന്നാം സ്ഥാനം നേടിയത്. വിഖ്യാത സയൻറ്റിസ്റ്റായ പ്രൊഫസർ MV ജോർജ് അന്തരിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ രസതന്ത്രം വിഭാഗം മുൻ മേധാവിയായിരുന്നു ഇദ്ദേഹം. പ്രകാശ രസതന്ത്ര മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മണപ്പുറത്ത് വർഗീസ് ജോർജ് ഒരു ശാസ്ത്ര പ്രചാരകൻ കൂടിയായിരുന്നു. ശാന്തിസ്വരൂപ് ഭട്നാഗർ അവാർഡ്, TWAS അവാർഡ്, CRSI ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഇതാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി MT വാസുദേവൻ നായർ. അടുത്ത പോയിന്റ്, ഇൻഫോസിസിന് UN പുരസ്കാരം ലഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായകമായ പരിസ്ഥിതി പ്രവർത്തനത്തിന് പ്രമുഖ IT സ്ഥാപനമായ ഇൻഫോസിസിന് UN ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ അവാർഡ് ലഭിച്ചു. ക്ലൈമറ്റ് ന്യൂട്രൽ നൗ വിഭാഗത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ക്ലൈമറ്റ് ന്യൂട്രൽ നൗ വിഭാഗത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഇൻഫോസിസ്. അടുത്ത പോയിന്റ് നോക്കാം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടി വിജയം നേടി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടി വിജയം നേടി. അടുത്തത് പൗരത്വ ഭേദഗതി ബിൽ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ CAB. പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയതിനെ തുടർന്ന് രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ നിയമമായി. പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയതിനെ തുടർന്ന് രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ നിയമമായി. അടുത്ത പോയിന്റ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ, അതായത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനായി ഗിരീഷ് ചന്ദ്ര ചതുർവേദി നിയമിതനായി. പേരോർത്ത് വയ്ക്കുക, ഗിരീഷ് ചന്ദ്ര ചതുർവേദി. അടുത്ത പോയിന്റ് നോക്കാം. 25ാം UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത് സ്പെയിനിലെ മാഡ്രിഡിലാണ്. സ്പെയിനിലെ മാഡ്രിഡിലാണ് 25ാം UN കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഈയിടെ അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി അഭിഭാഷക ആരാണ്? ഈയിടെ അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി അഭിഭാഷക ആരാണ്? ഉത്തരം ലില്ലി തോമസ്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു ഇവർ. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡിലെ 34-കാരി സന്ന മാരിൻ ആണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ഫിൻലാൻഡിലെ 34-കാരി സന്ന മാരിൻ ചരിത്രം കുറിച്ചു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം നേടിയത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം കൈവരിച്ചത്. അടുത്ത പോയിന്റ്, രാജ്യദ്രോഹ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന് വധശിക്ഷ ലഭിച്ചു. 2007 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കേസിൽ പ്രത്യേക കോടതിയുടെ 3-അംഗ ബെഞ്ചാണ് ഈ ശിക്ഷ വിധിച്ചത്. അടുത്ത പോയിന്റ്, ശബ്ദ അതിവേഗ മിസൈൽ ബ്രഹ്മോസ് വീണ്ടും വിജയകരമായി പരീക്ഷിച്ചു. ശബ്ദ അതിവേഗ മിസൈലായ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് വീണ്ടും വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ചാന്ദിപൂർ തീരത്താണ് പരീക്ഷണം നടത്തിയത്. അടുത്ത പോയിന്റ്, കവി മധുസൂദനൻ നായർക്കും പ്രശസ്ത എഴുത്തുകാരനും MP-യുമായ ശശി തരൂരിനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനും ശശി തരൂരിൻ്റെ ആൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന ലേഖന സമാഹാരത്തിനുമാണ് പുരസ്കാരങ്ങൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന
എഴുത്തുകാരന്മാരും അവരുടെ കവിതാ സമാഹാരങ്ങളും നന്നായി പഠിച്ചു വയ്ക്കുക. ഇത് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്തു. ട്രംപിൻ്റെ പേരിലുള്ള കുറ്റങ്ങളടങ്ങിയ പ്രമേയം വോട്ടെടുപ്പിലൂടെയാണ് സഭ പാസാക്കിയത്. US-ൽ ഇംപീച്ച് ചെയ്യപ്പെട്ട മൂന്നാമത്തെ പ്രസിഡന്റാണ് ട്രംപ്. അപ്പോൾ ഓർത്തു വയ്ക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസിഡന്റ് ആരാണ് എന്നതാണ്. അതിൽ മൂന്നാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ആൻഡ്രൂ ജോൺസൺ, ബിൽ ക്ലിൻ്റൺ എന്നിവരാണ് ഇതിനു മുൻപ് ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ PSLVയുടെ 50ാം വിക്ഷേപണ ദൗത്യം വിജയകരമായി നടന്നു. ഭൗമ നിരീക്ഷണത്തിനുള്ള പുത്തൻ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റിസാറ്റ് 2BR-1നെ PSLV C-48 റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചു. റിസാറ്റിനൊപ്പം അമേരിക്കയുടെ 6 കൃത്രിമ ഉപഗ്രഹങ്ങളും ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. പുതുവർഷത്തിൽ കേരള സർക്കാർ 12 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് വീടില്ലാത്തവർക്കും റേഷൻ കാർഡ്. സെക്കൻഡ് വൺ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കാൻ അവസരം സാധ്യമാകുന്ന തൊഴിലിനൊപ്പം വിദ്യാഭ്യാസം. തേർഡ് വൺ റോഡ് നവീകരണം. 4 പൊതു ശുചിമുറി. 5 പച്ചപ്പ് വർദ്ധിപ്പിക്കൽ. 6 LED തെരുവ് വിളക്കുകൾ. 7 സ്ത്രീകൾക്ക് വിശ്രമ കേന്ദ്രം. 8 വഴിയോര വിശ്രമ കേന്ദ്രം. 9 യൂത്ത് നേതൃത്വ അക്കാദമി. 10 തൊഴിൽ സൃഷ്ടിയിൽ പ്രാദേശിക പങ്കാളിത്തം. 11 പൊതുജന പരാതി പരിഹാരം. 12 വ്യവസായ സംരക്ഷണ സേന രൂപീകരണം. അടുത്ത പോയിന്റ് ലോക കേരള സഭ 2ാം സമ്മേളനം തിരുവനന്തപുരത്ത്. അടുത്ത പോയിന്റ് ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനായി ചുമതലയേറ്റു. ചോദ്യം ഇങ്ങനെ ആയിരിക്കും: ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഉത്തരം ജനറൽ ബിപിൻ റാവത്ത്. അടുത്ത പോയിന്റ് ചാന്ദ്രദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടമായ ചന്ദ്രയാൻ 3 ആളുകളെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. അടുത്ത പോയിന്റ് സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നു. നെക്സ്റ്റ് വൺ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ CBCID സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ഡോക്ടർ ജോൺ ജോസഫ്. ഡോക്ടർ ജോൺ ജോസഫാണ് CBCIDയുടെ ചെയർമാനായി നിയമിതനായ മലയാളി. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ മോൾഡോവയിലെ നിക്കോളൈ ടെസ്റ്റിമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി സർവകലാശാല മന്ത്രി KK ശൈലജയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ചു. ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു മന്ത്രിക്ക് ഈ ബഹുമതി ലഭിക്കുന്നത്. നിപ്പ പ്രതിരോധം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായാണ് ഇത് നൽകിയിരിക്കുന്നത്. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കേരളത്തിന് തുടർച്ചയായ 2ാം വർഷവും കിരീടം ലഭിച്ചു. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ കമാൻഡർ ഖാസിം സുലൈമാനി അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ കമാൻഡർ ഖാസിം സുലൈമാനി അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പഠാൻ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാവാം: ഈ അടുത്ത് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം ഇർഫാൻ പഠാൻ. അടുത്ത പോയിന്റ് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ മുഖംമൂടി ആക്രമണം. കേരളത്തിൻ്റെ മുൻ ഗവർണർ TN ചതുർവേദി അന്തരിച്ചു. കേരളത്തിൻ്റെ മുൻ ഗവർണർ TN ചതുർവേദി അന്തരിച്ചു.
2020 നടക്കാനിരിക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ ഉരുക്കു വനിത മേരി കോം യോഗ്യത നേടി. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 8-നാണ് 70 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് നടത്തിയത്. ഫെബ്രുവരി 11-ന് വോട്ടെണ്ണലും നടന്നു. 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 1917 മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരം ജോക്കറിലെ അഭിനയത്തിന് ജാക്വിൻ ഫീനിക്സ് നേടി. അതൊന്നുകൂടി നോക്കാം. 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 1917 മികച്ച ചിത്രം. മികച്ച ചിത്രം 1917. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ജാക്വിൻ ഫീനിക്സിനാണ്. ഇത് ഫിലിമിൻ്റെ പേര് ജോക്കർ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ നടുക്കിയ നിർഭയ കൂട്ടമാനഭംഗ കേസിലെ 4 പ്രതികൾക്ക് മരണ വാറണ്ട് ഡൽഹി പാട്യാല കോടതി പുറപ്പെടുവിച്ചു. പ്രതികളെ ഫെബ്രുവരി 22-ന് രാവിലെ 7 മണിക്ക് തൂക്കിലേറ്റി. ഇറാഖിലെ അൽ അസദ്, ഇർബിൽ US വ്യോമതാവളങ്ങളിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണം നടന്നു. ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചതിനു തിരിച്ചടിയായാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യമൊട്ടാകെ 24 മണിക്കൂർ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളുടെ പൊതു പണിമുടക്ക് നടന്നു. അടുത്തത്, ഉക്രൈൻ വിമാനം ഇറാനിൽ തകർന്ന് 176 പേർ മരിച്ചു. ബോയിങ് 737 യാത്രാ വിമാനം രാവിലെ ഇറാനിലെ ഇമാം ഖമനയി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തകർന്നു വീഴുകയായിരുന്നു. മരിച്ചവരിൽ 81 സ്ത്രീകളും 15 കുട്ടികളും 9 ജീവനക്കാരും ഉൾപ്പെടുന്നു. ഇറാൻ, കാനഡ, യുക്രൈൻ, സ്വീഡൻ, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും എല്ലാം ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. അടുത്തത്, ഏപ്രിൽ മുതൽ രജിസ്റ്റർ ചെയ്യുന്ന പുതിയ വ്യവസായങ്ങൾക്ക് തൊഴിലവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 വർഷം പ്രതിമാസ സബ്സിഡി നൽകുമെന്ന് കേരള നിക്ഷേപക സംഗമത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നെക്സ്റ്റ് വൺ, മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും സൈന നെഹ്വാളും ക്വാർട്ടറിൽ. ഓടക്കുഴൽ അവാർഡ് N പ്രഭാകരന് ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് N പ്രഭാകരന്. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഓടക്കുഴൽ അവാർഡ് 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ്. N പ്രഭാകരൻ്റെ മായാമനുഷ്യൻ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത്. N പ്രഭാകരൻ്റെ മായാമനുഷ്യൻ എന്ന കൃതി. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എറണാകുളം മരടിൽ അനധികൃതമായി നിർമ്മിച്ച 4 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു. നിയന്ത്രിത സ്ഫോടനം വഴി മുംബൈയിലെ എഡിഫസ്, ചെന്നൈയിലെ വിജയ് സ്റ്റീൽസ് എന്നീ സ്ഥാപനങ്ങളാണ് കൃത്യം നിർവഹിച്ചത്. H2O ഹോളി ഫെയ്ത്ത്, നെട്ടൂർ ആൽഫ സെറിൻ്റെ ഇരട്ട കെട്ടിടങ്ങൾ, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ് എന്നീ ഫ്ലാറ്റുകളാണ് പൊളിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2020 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയർസ് ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന വസ്തുതകൾ ഒരു നോട്ട് രൂപത്തിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും